ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഡിസ്ട്രിക്റ്റ് സെഷൻ കോർട്ടിലെ ഇന്നത്തെ ഹൈറിച്ചിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഇന്ന് വാദങ്ങൾ നടന്നു. ബാലിശമായ വാദങ്ങൾ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കേസിൽ വേറെ ഒന്നും പറയാനില്ലാത്ത പോലെ നമ്മുടെ ഹൈക്കോടതിയിലൊക്കെ കേട്ട പോലെയുള്ള വാദങ്ങളാണ് ഇവിടെയും അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ ബഡ്സ് ആക്ടിനെ പറ്റി പറയുമ്പോൾ ഇവർ പറയുന്നത് ഇത് ഏതോ ഒരു പോലീസുകാരൻ കൊടുത്ത കേസാണ് എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞ് തുടങ്ങുക. അതുപോലെ തന്നെ അത് പിന്നെ പോലീസുകാരൊക്കെ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗവൺമെൻറ് വക്കീൽ എഴുന്നേറ്റ് നിന്നിട്ട് അതല്ല, ഇതിനെതിരെ കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്, പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടങ്ങും. അതുപോലെയുള്ള ന്യായങ്ങളാണ് ഇന്ന് ഡിസ്ട്രിക്റ്റ് സെഷൻ കോർട്ടിലും നടന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലെ അനിലക്കരയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതല്ല, നമുക്ക് അറിയാം, ഒരു ED ഒരു കേസ് എടുക്കണമെങ്കില്ല പിന്നെ ഒരു മിനിമം ക്വാളിഫിക്കേഷനൊക്കെ വേണം. മിനിമം ക്വാളിഫിക്കേഷൻ എന്നൊക്കെ ഉള്ളത് പണ്ടാണെങ്കിൽ ആദ്യം മുതൽക്കേ തന്നെ ഒരു FIR നിലവിലുണ്ടായിരിക്കണം. ഇവരുടെ സാമ്പത്തിക തട്ടിപ്പ്, പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് 30 ലക്ഷം ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഇവർ ആദ്യം കാലം മുതൽ എടുത്തുകൊണ്ടിരുന്ന നിലപാട്. എന്നാൽ ഇങ്ങനെ FIR ഇല്ലാത്ത കേസുകളിലും പോലീസിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ പെരുങ്കള്ളന്മാരാണെന്നോ ഇവരിങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നവരാണെന്നോ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ, അതൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിനെതിരെയൊക്കെ അന്വേഷിക്കാനുള്ള ചുമതല ഇവരതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. രാജ്യത്തിൻ്റെ പ്രമുഖമായ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നല്ല കഴിവ് തെളിയിച്ച ഒരു ഏജൻസിയാണ് ED എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അവർക്ക് രാഷ്ട്രീയക്കാരെയും ഇതുപോലെയുള്ള പെരുങ്കള്ളന്മാരെയും പിടിച്ചിട്ട് ജനങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുന്നിൽ തന്നെ രാജ്യത്തിൻ്റെ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ED ഒരു നല്ലൊരു പങ്ക്, ഇവരെ പോലെയുള്ള കള്ളന്മാർക്ക് നല്ലൊരു ഭയം വന്നിട്ടുണ്ട്. ED വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെയുള്ള ഒരു ബാലിശമായ വാദങ്ങളാണ് ഇവർ നിരത്തിയത്. അപ്പോൾ ആർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഇവർ മണി ചേഞ്ച് ചെയ്ത് 1000 കോടിയുടെ ടേൺ ഓവർ ഉണ്ട് എന്ന് മീറ്റിങ്ങൾ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞ ഒരു കമ്പനിയാണ്. നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാതെ 1000 കോടി ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മുടെ നോട്ടീസ് അടിച്ചിറക്കിയ ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കമ്പനിക്കെതിരെ നിരവധി പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വെറും എനിക്ക് ഉറപ്പില്ല കേട്ടോ ഈ കാര്യത്തിൽ അനിലക്കരെ EDയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഞാനിതുവരെ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റൊന്നും അത്ര കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എന്നാലും ED CBIക്കൊക്കെ പിന്നെ കൈമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിലും DGPക്കും ഒക്കെ ഇമെയിൽ അയച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ EDക്ക് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും EDക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷിക്കലല്ല പണി. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കമ്പനിക്കെതിരെയുള്ള പരാതികൾ, പ്രത്യേകിച്ച് ഇവരെ വലിയ രീതിയിലുള്ള പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. അതുപോലെ വലിയ തോതിലുള്ള പണം പിന്നെ മണി ചെയിൻ വഴി ഈ സമൂഹത്തിലുള്ള പണം കടത്തിയിട്ടുണ്ട്, അത് മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇതിനൊക്കെ ED ശക്തമായ രീതിയിൽ പിന്നെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ 6-ാം തീയതിക്കാണ് ഈ കേസ് മാറ്റി വച്ചിരിക്കുന്നത്. ഇവർ കരുതിയിരുന്നത് ഇന്ന് ഏതായാലും നമ്മുടെ ശ്രീനിയും പ്രതാപനും അറസ്റ്റിലാവും, അതുകൊണ്ട് നമുക്കിനി 5-ാം തീയതി പിന്നെ ആവശ്യം ഉണ്ടാവില്ല, അന്ന് നമുക്ക് വിഡ്രോ അടിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്താണ് 5-ാം തീയതി ഇവരുടെ നിലപാട്, ഇവരുടെ
എന്താണ് പ്രഗത്ഭനായ വക്കീലിൻ്റെ നിലപാട് എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ 5-ാം തീയതി ഇവർ കേസ് പിൻവലിച്ച് ഓടുമോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും 6-ാം തീയതി വരെ ഒളിവ് ജീവിതം നീട്ടിയിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പിന്നെ നമ്മുടെ ജഡ്ജി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വരാൻ പേടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും ഇഡിക്കാർ എങ്ങനെയെങ്കിലും തെളിവുണ്ടാക്കി നമ്മളെ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ട് രക്ഷിക്കണം എന്നാണ് അതിനുള്ള മറുപടിയായിട്ട് ഇവരുടെ വക്കീൽ പറഞ്ഞത് എന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി 5-ാം തീയതിത്തെ കേസ് എന്താവും. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ജഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇന്ന് സൂം മീറ്റിംഗ് കണ്ടപ്പോഴാണ് ആ ജഡ്ജിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ട ഒരു പരിചയത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്തായാലും ഈ കേസിൽ അന്വേഷണം നടക്കട്ടെ, നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്, നിങ്ങൾ അന്വേഷണത്തെ ഭയമാണോ എന്നുള്ള ചോദ്യം എന്തായാലും ചോദിക്കും. ED അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കേരള സർക്കാർ നിയമസഭയിൽ റിപ്പോർട്ട് നൽകിയ ബഡ്സ് അതോറിറ്റി പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് അഫിഡവിറ്റ് നൽകിയ ഒരു FIR, ഒരു കമ്പനിക്കെതിരെയുള്ള FIR എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇത് ക്വാഷ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് നമ്മുടെ ഇന്നത്തെ ബഹുമാനപ്പെട്ട ജഡ്ജ് ഇവരുടെ വക്കീലിനോട് ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആ ഒരു കോർട്ട് പ്രൊസീഡിങ്സൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതോടുകൂടി എന്നാൽ പിന്നെ നമ്മളിത് പിൻവലിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തായാലും ഈ ഒരു 2 കേസിലും നിങ്ങൾ അധികം സമയമൊന്നും ചിലവഴിക്കേണ്ട എന്നാണ് നമുക്ക് ഹൈറിച്ചോളികളോടും പറയാനുള്ളത്. നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക. എന്തായാലും നിങ്ങൾക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം തിരികെ ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതുമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ ലീഡർമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. കേസ് കൊടുക്കണ്ട, നമ്മൾ കമ്പനി തിരിച്ചു വരും എന്നല്ല ഇവർ പറയുന്നത് കേസ് കൊടുക്കാനായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയപരിധി അവസാനിക്കും. അങ്ങനെ കേസുകളൊന്നുമില്ലെങ്കിൽ, ഈ കമ്പനിക്കെതിരെ കേസുകളൊന്നുമില്ലെങ്കിൽ ഈ കമ്പനിയുടെ ആസ്തികളൊക്കെ കേന്ദ്ര സർക്കാർ മുതൽ കൂട്ടും എന്നാണ് PMLA ആക്റ്റിൽ പറയുന്നത്. അല്ലാതെ ഇവർക്ക് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ആ വീതിച്ചു കൊടുക്കുന്ന പരിപാടിയുള്ളത് ബഡ്സ് ആക്റ്റിലാണ്. ബഡ്സ് ആക്റ്റിൽ നിങ്ങൾ ലയബിലിറ്റിക്കാർ ഡെപ്പോസിറ്റേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഡെപ്പോസിറ്റർ ആവശ്യമില്ല, ഡെപ്പോസിറ്റർ നിലവിലില്ല എങ്കിൽ ഈ പണം തേച്ചും കേന്ദ്ര സർക്കാർ അല്ലേ തന്നെ അവർ എത്രയും 15,000 ലക്ഷം കോടിയൊക്കെ കടമെടുക്കാണ് പറ്റും. അതിൽ നിന്ന് ഒരു 200 കോടി നമുക്ക് കുറക്കാം അല്ലേ. ഇന്നത്തെ ബഡ്ജറ്റിൽ അങ്ങനെയാണ് കണ്ടത്. എത്രയോ ലക്ഷം കോടി രൂപ അടുത്ത പ്രാവശ്യം കടമെടുക്കാൻ പോകും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. 200 കോടി കുറച്ചിട്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ കേസ് കൊടുക്കണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബൈ.